മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, നിലമ്പൂരിലെ കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും നിലമ്പൂരിലൊക്കെ തന്നെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ജനങ്ങളുടെ ഒപ്പം കൂടണം, നിലമ്പൂർ സുൽത്താനാണ് മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അൻവറിന്റെ നിലമ്പൂരിലെ ഒരു സാധ്യതകളൊക്കെ? അൻവറിന്റെ കാര്യത്തില് വേറൊരു ഗതികെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. കാരണം അദ്ദേഹം പറയുന്നത് തനിച്ച് മത്സരിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അൻവറിന് ആത്മഹത്യാപരമാണ് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാം. അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. കാരണം നേരത്തെ അൻവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യം, അതായത് ഈ LDF-ഉമായിട്ടും CPM-ഉമായിട്ടും ഒക്കെ ഇടഞ്ഞതിനു ശേഷം അൻവർ കൊണ്ടുവന്നിട്ടുള്ള പിണറായിസത്തെ തകർക്കും എന്നുള്ളതായിരുന്നു. പിണറായിസത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ അൻവറിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഒന്നുകിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അത് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ ഏത് ചെകുത്താനായാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എങ്കിൽ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്ന് മാത്രമേ അൻവറിന് നിർവാഹമുള്ളൂ. ഇപ്പോ കാണുന്നതെല്ലാം ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും UDF-ന്റെ ഭാഗമാകണം. രണ്ട് കാര്യങ്ങളാണ് അൻവർ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പരസ്യമായി പറയുന്നില്ല പോലും 2026 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ആര്യാടൻ ഷൗക്കത്തിനുള്ള വിരോധം പോലും. അത് ആര്യാടൻ ഷൗക്കത്താണ് അവിടെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആവുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുന്നുള്ള ആരും സംശയമില്ല. അപ്പൊ അൻവറിന് അവിടെ കിട്ടാവുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടും. വേറെ എവിടെയെങ്കിലും മലപ്പുറം ജില്ലയിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കാനുള്ള സീറ്റില്ല. അപ്പൊ AP അനിൽകുമാറിന്റെ വണ്ടൂര് അത് നമുക്കറിയാം സംവരണ മണ്ഡലമാണ്. അങ്ങനെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുക. അബ്ദുറഹ്മാൻ മത്സരിച്ച് ജയിച്ച സ്ഥലം താനൂരുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ അവിടെയൊക്കെ ഒരു പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കാന്നുള്ളതല്ലാതെ ഈ LDF-നെ എതിർത്തുകൊണ്ട് UDF അവിടെ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് കൊടുക്കില്ല. നേരെ മറിച്ച് കോഴിക്കോട്ടാണെങ്കിൽ കോഴിക്കോട്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ സീറ്റ് പോലും ഇല്ലാത്തതാണ്. അപ്പൊ അൻവറിന് ഒരു ബർത്ത് കിട്ടുക എന്ന് പറയുന്നത് നിലമ്പൂരാണ്. ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ പോലും ഒരു പക്ഷേ ഇനിയിപ്പോൾ അൻവർ രഹസ്യമായിട്ട് ചർച്ചയിൽ നടക്കുന്ന 2026 സീറ്റ് എനിക്ക് വേണം എന്ന് പറയാനായിരിക്കും. അത് പെട്ടെന്ന് ഇപ്പോഴേ സമ്മതിച്ചു കൊടുക്കാൻ UDF നേതൃത്വം തയ്യാറാവില്ല. UDF നേതൃത്വം തയ്യാറായാൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് നമുക്കറിയാവുന്നവരെ ആര്യാടൻ ഷൗക്കത്ത് അവിടെ അത്യാവശ്യം സ്വാധീനമുള്ളയാളാണ്. അദ്ദേഹം അതിന് തയ്യാറാവാൻ സാധ്യതയില്ല. അപ്പൊ അൻവർ ഗതികെട്ടൊരവസ്ഥയിലാണ്. അദ്ദേഹം രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് UDF പ്രവേശനം കിട്ടുക എന്ന് പറയും. ആ UDF പ്രവേശനം പോലെ അദ്ദേഹത്തിന് മത്സരിച്ച് MLA ആയി മന്ത്രിയായി ഒക്കെ അതൊക്കെ ആ സങ്കല്പങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ എന്തായാലും അൻവർ ഇപ്പൊ കളിക്കുന്ന കളികളെ നമുക്കറിയേണ്ട അദ്ദേഹം തോറ്റ ഒരു കളിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇനി KC വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞത്. ഈ പ്രതീക്ഷ അദ്ദേഹം പലപ്പോഴും പറയാറ് LDF-ൽ സുജിത്ദാസിനെതിരെയും ഒക്കെ ആരോപണങ്ങളായിട്ട് വന്ന സമയത്ത് ആ സമയത്ത് അദ്ദേഹം പ്രതീക്ഷ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രതീക്ഷയാണ്, മുഖ്യമന്ത്രി പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല കണ്ടപ്പോൾ നേരെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം എന്തായാലും കാര്യങ്ങളൊക്കെ ശരിയാക്കി അദ്ദേഹത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു പൂർണ്ണമായിട്ടും അവിടെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ കോൺഗ്രസിന്റെ UDF-ന്റെ നിരുപാധിക പിന്തുണ, അദ്ദേഹം പറഞ്ഞ അന്നത്തെ വാക്ക് എന്ന് പറയുന്നത് നിരുപാധിക പിന്തുണ. നിരുപാധിക പിന്തുണ കൊടുക്കുന്ന അൻവർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി വെച്ച് കഴിഞ്ഞാലും അംഗീകരിക്കേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്യില്ല. കാരണം അദ്ദേഹം തുടക്കത്തിലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് MLA അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് MLA ആവാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം അദ്ദേഹം ഈ UDF-ഉമായിട്ടുള്ള ബന്ധത്തിന് തയ്യാറാവുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ അവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജോയ് വരണം എന്ന് പറഞ്ഞത്. ജോയ് കോൺഗ്രസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും അവിടെ MLA ആവാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ നല്ല ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറും. പക്ഷെ അത് തീരുമാനിക്കുന്ന അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോയെ പിന്നീട് മാറ്റാൻ പറ്റും, ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ആ പ്രശ്നമാണ് അൻവറിനുള്ളത്. 2026 തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അൻവർ ആകുമെന്ന ഒരു ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം കൊടുത്താൽ ഈ അൻവറിന്റെ ഇപ്പോഴത്തെ എല്ലാ പിടിവാശികളും മാറും. അതിലൊരു സംശയവുമില്ല. അത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് തയ്യാറുള്ളത്. കാരണം
സംസ്ഥാന നേതൃത്വത്തെ വീണ്ടും ഇകഴ്ത്തുന്ന രൂപത്തിലാണ് ഈ അൻവർ പറഞ്ഞത്. കാരണം സുധാകരൻ കുഴപ്പമില്ല, മുരളീധരൻ കുഴപ്പമില്ല, പക്ഷെ KC വേണുഗോപാലാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന രീതിയിലൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസുകാർക്ക് അറിയാം. അതുകൊണ്ട് അൻവറിന്റെ ഈ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങാൻ തയ്യാറല്ല കോൺഗ്രസ് എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റതേയുള്ളൂ, രഹസ്യമായിട്ടെങ്കിലും 2026 എനിക്ക് ആ സീറ്റ് തരാം എന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അൻവർ ഈ കാണിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കും. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം തള്ളിപ്പറഞ്ഞൊരു രീതിയിലേക്കൊക്കെ കടക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സമ്മർദ്ദം KC വേണുഗോപാലിലേക്കൊക്കെ തന്നെ എത്തും. ഇന്നലെ KC വളരെ മിതമായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മർദ്ദം KCയിലും ഉണ്ടായിരിക്കും. അതെ, KC വേണുഗോപാലിന് സംസ്ഥാന നേതൃത്വത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായത്തിന്റെ വില വെക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ കോൺഗ്രസുകാർക്കും അറിയാം അൻവറിന് വേറെ രക്ഷയില്ല എന്നുള്ള കാര്യം കോൺഗ്രസുകാർക്ക് അറിയാം. ആകെ അൻവർ ആവശ്യപ്പെടുന്ന കാര്യം അടുത്ത തവണ മത്സരിക്കാൻ എനിക്ക് നിലമ്പൂർ കിട്ടണം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങൾ, മുന്നണി പ്രവേശനം, അത് സമ്പൂർണ്ണമായിട്ടുള്ള ഘടകകക്ഷിയാക്കൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അൻവർ വെക്കുന്ന ഒരു സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് അൻവറിന് ഒരു സീറ്റ്, നിലമ്പൂരിലെ സീറ്റ് ഉറപ്പിച്ചു കൊടുത്താൽ ഈ പ്രശ്നം ഇതാകും. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പോലും സംസ്ഥാന നേതൃത്വത്തിന് അനുകൂലമായിട്ട് നിൽക്കുക. കാരണം അൻവറിന് 2 ദിവസം കഴിഞ്ഞാലും ഈ പിണറായിയുടെ പിണറായിയോടുള്ള ശത്രുതയുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. പിണറായിയെ തകർക്കും, കമ്മ്യൂണിസ്റ്റത്തെ തകർക്കും എന്ന് പറഞ്ഞാണ് അൻവർ ഇത്രയും കാലവും ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞത്. ആ പിണറായിസത്തെ തകർക്കലിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അത് വിജയിപ്പിക്കണമെങ്കിൽ, അത് വിജയിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാൾ ജയിക്കണം. അത് BJP ജയിച്ചാലും തിരക്കേടില്ല, UDF ജയിച്ചാലും തിരക്കേടില്ല. അവിടെ അദ്ദേഹത്തിന് അത് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പക്ഷേ UDFന്റെ BJPയുടെ കാര്യം നമുക്കറിയാം, അവർക്ക് ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയം, അത് ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും ആരാണെങ്കിലും ആ വിജയത്തിന് അപ്പുറത്തേക്കൊരു വിജയം അൻവറിനും കിട്ടാനില്ല. അതുകൊണ്ട് അൻവർ ഈ കളിക്ക് കളിച്ചാലും ഞാൻ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രവചനം നടത്തി തരാം. അൻവർ അവസാന ഘട്ടത്തിൽ നിരുപാധികമായിട്ട് UDFന് പിന്തുണ അറിയിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പരക്കം പായുന്നത്. ഇപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പോയി, വഹാബിന്റെ വീട്ടിൽ പോയി, അവിടെയൊക്കെ ലീഗ് നേതാക്കന്മാരെ സന്ദർശിച്ച് അവരോട് അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കുന്നു. KC വേണുഗോപാലാണ് ഇനി അടുത്ത രക്ഷ എന്ന് പറയുന്നത്.